ഡോക്യുമെന്റേഷൻ നമ്മൾ നേരത്തെ നോക്കിയതാണ്, പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും നോക്കുന്നത്. ഓക്കെ, ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ദ എലമെന്റ്സ്, റിക്വയർമെന്റ്സ് ആൻഡ് പോളിസീസ് അഡോപ്റ്റഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും റിക്വയർമെന്റ്സും അവരുടെ പോളിസീസും എന്തിനു വേണ്ടിയിട്ടുള്ള, ഫോർ ഇറ്റ്സ് ക്വാളിറ്റി മാനേജ്മെന്റ്, അതിന്റെ ക്വാളിറ്റി മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള എലമെന്റ്സും റിക്വയർമെന്റ്സും പോളിസീസും എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. എങ്ങനെ, സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി മാനർ, ഒരു സിസ്റ്റമാറ്റിക് ഓർഡർലി മാനറിൽ എന്ത് ചെയ്യണം, ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന എലമെന്റ്സും റിക്വയർമെന്റ്സും പോളിസീസും എല്ലാം എന്ത് ചെയ്യണം, ഡോക്യുമെന്റേഷൻ ചെയ്യണം ഇൻ ദ ഫോം ഓഫ് റിട്ടേൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ റിട്ടേൺ പോളിസീസും പ്രൊസീജിയറുമായിട്ട് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി മാനറിൽ ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സിനെയും റിക്വയർമെന്റ്സിനെയും പോളിസീസിനെയും ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന പരിപാടിനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പഠിക്കുന്നത്, ഈ ഒരു സ്ലൈഡിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോക്യുമെന്റേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഡ്രോയിങ്, ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രോയിങ്, നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡ്രോയിങ്, ദെൻ അതിന്റെ സ്പെസിഫിക്കേഷൻ, ദെൻ അതിന്റെ ബ്ലൂ പ്രിന്റ്സ്. ഓക്കെ, ദെൻ ഇൻസ്പെക്ഷൻ ഇൻസ്ട്രക്ഷൻ, അതായത് എന്താണ് അതിന് ആ ഒരു പ്രോഡക്റ്റിനെ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്, ദെൻ ടെസ്റ്റ് പ്രൊസീജിയർ. ടെസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ആ ഒരു പ്രോഡക്റ്റിനെ സേഫ് ആയിട്ട് വർക്ക് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് ടെസ്റ്റ് പ്രൊസീജിയർ നടത്തേണ്ടി വരും. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ വർക്ക് ഇൻസ്ട്രക്ഷൻ, അത് വർക്ക് ചെയ്യുമ്പം ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അതായത് എങ്ങനെയൊക്കെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ദെൻ ഓപ്പറേഷൻ ഷീറ്റ്, ദെൻ ക്വാളിറ്റി മാനുവൽ, ദെൻ ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ്, ദെൻ ക്വാളിറ്റി അഷുറൻസ് പ്രൊസീജിയേഴ്സ്, അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന, ക്വാളിറ്റി ഗ്യാരണ്ടി തരുന്ന പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം എന്ത് ചെയ്യണം, ഡോക്യുമെന്റേഷന്റെ എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യണം, ഡോക്യുമെന്റേഷൻ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്, ഇതിൽ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ഒരിക്കലും മറക്കത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും അതെന്ത് ചെയ്യത്തില്ല, വിട്ടു പോകത്തില്ല, ഒരു കാര്യവും വിട്ടു പോകത്തില്ല. അതായത് ഇപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ പോയി എന്ന് വയ്ക്കുക. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ പോയിട്ട് പുതിയൊരാൾ വരുമ്പോൾ എന്ത് ചെയ്യാം, ഈ പുതിയ ആൾക്കും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. എങ്ങനെ, ത്രൂ ഡോക്യുമെന്റേഷൻ. അപ്പോൾ എഴുതി വെച്ചേക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ റിട്ടേൺ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ പ്രൊസീജിയേഴ്സ് ആക്കി വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ആൾക്കും എളുപ്പം എന്ത് ചെയ്യാം, പഴയ പ്രൊസീജിയേഴ്സ്, പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അടുത്തത് ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻ ആണ്. ഇത് ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ്, ഇതിന് ഏതൊക്കെ തരത്തിലുണ്ടെന്നാണ് ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻ പറയുന്നത്. ഇത് നമ്മൾ ഒരു ക്വാളിറ്റി സിസ്റ്റം ഡോക്യുമെന്റേഷൻ ട്രയാങ്കിൾ, അതാണ് ഈ കിടക്കുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതായത് ഒരു ക്വാളിറ്റി സിസ്റ്റം ഡോക്യുമെന്റേഷൻ ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കുന്നത്. ഓക്കെ, ഇതില് നമ്മുടെ ISO 9000, അത് ISO 9000 അങ്ങോട്ട് ഇനിയുള്ള ടോപ്പിക്സിൽ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. എന്താണ് ISO 9000 എന്താണ്, ISOയുടെ ഹിസ്റ്ററി ഒക്കെ പഠിക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ISO 9000 ക്വാളിറ്റി സിസ്റ്റം പറഞ്ഞ രീതിയിലുള്ള 4 ലെവലാണ്, 4 ലെവൽസ് ഓഫ് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ആണ് ഈ കിടക്കുന്നത്. അതിൽ ഓരോ ലെവൽ 1 ഇതാണ്, ലെവൽ 2 ഇത്, ലെവൽ 3, ലെവൽ 4, ഇത്രയാണ് നമ്മുടെ ISOയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമുള്ള ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻ. ഓക്കെ, ഇതിൽ ലെവൽ 1 എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനുവൽ ആണ്, അതാണ് ഇവിടെ കിടക്കുന്നത്. ലെവൽ 2 ക്വാളിറ്റി പ്രൊസീജിയർ, ദെൻ ലെവൽ 3 വർക്ക് ഇൻസ്ട്രക്ഷൻ, ലെവൽ 4 ക്വാളിറ്റി റെക്കോർഡ്സ്. ഓക്കെ, ഇതിന്റെ പർപ്പസ് ആണ് ഈ കിടക്കുന്നത്. ദെൻ ഇതിനെ ആർക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ലെവൽ 1 ആണ്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനുവൽ ആണ്. ഓക്കെ, ക്വാളിറ്റി മാനുവൽ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ക്വാളിറ്റി മാനുവലിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് കമ്പനീസ് പോളിസീസ് പ്രൊസീജിയേഴ്സ് വിച്ച് ഡിസ്ക്രൈബ് ദ
ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ്. ഏത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ക്വാളിറ്റി മാനുവലിൽ പറയുന്നത്. നമ്മൾ നേരത്തെയും ക്വാളിറ്റി മാനുവലിനെ കുറിച്ച് പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ പറഞ്ഞു ഇതേ ക്വാളിറ്റി മാനുവൽ കിടക്കുന്നുണ്ടോ? ക്വാളിറ്റി മാനുവൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ എന്തൊക്കെയാണ് ഡോക്യുമെന്റ് സ്റ്റേറ്റിംഗ് ക്വാളിറ്റി പോളിസി ആൻഡ് ഡിസ്ക്രൈബിംഗ് ദ ക്വാളിറ്റി സിസ്റ്റം ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റി മാനുവൽ എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി സിസ്റ്റം ഇൻ അക്കോർഡൻസ് ടു എ ക്വാളിറ്റി പോളിസി ആൻഡ് അക്കോർഡിംഗ് ടു ISO 9000 സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി മാനുവൽ എന്തെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്തെന്നാണ് ഇതിനകത്ത് പറയുന്നത്. കമ്പനിയുടെ പോളിസീസ് അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, ഒരു ഓപ്പറേറ്റിംഗ് ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി മാനുവൽ എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് കാണും? പ്രൊസീജിയേഴ്സ് വിച്ച് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഏത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ് അവർ ചൂസ് ചെയ്യുന്നത് എന്ന് അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു മാനുവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏത് അതോറിറ്റിക്കാണോ അതിന്റെ ചുമതലയുള്ളത്, അല്ലെങ്കിൽ ഏത് മാനേജ്മെന്റിനാണോ അതിന്റെ ചുമതലയുള്ളത്, അവർക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ കസ്റ്റമേഴ്സിനും ചില സമയത്ത് എന്ത് ചെയ്യാം? ക്വാളിറ്റി മാനുവൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ലെവല് ആണ് എന്ത്? ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്. ഓക്കെ, ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടെ എന്തായിരിക്കും? ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, അതായത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിരിക്കും. അതിനകത്ത് വർക്ക് ഫോഴ്സ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ഇൻ ബ്രോഡ് ടേംസ് ആൻഡ് ഹൗ പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ക്വാളിറ്റി സിസ്റ്റം മാനുവൽ. അതായത് നമ്മുടെ വർക്ക് ഫോഴ്സ് ഉണ്ടല്ലോ, വർക്കേഴ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എന്ത്? ക്വാളിറ്റി പ്രൊസീജിയർ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്തിൽ അടങ്ങിയിട്ടുണ്ട്? ഈ ക്വാളിറ്റി പ്രൊസീജിയേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. അത് വിശദമായിട്ട് തന്നെ എന്തിലുണ്ട്? അടങ്ങിയിട്ടുണ്ട്. ദെൻ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഫങ്ഷണൽ ഹെഡിന് മാത്രമായിരിക്കും ആക്സസിബിൾ ആയിട്ടുള്ളത്. അതായത് ഇത് ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഈ ഡോക്യുമെന്റ്. ദിസ് ഈസ് എ കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്. അപ്പോൾ ഈ ഡോക്യുമെന്റ് എന്താണ്? കോൺഫിഡൻഷ്യൽ ആണ് ഫോർ ഇന്റേണൽ യൂസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് പുറത്തൊന്നും പോകത്തില്ല. എങ്ങനെയായിരിക്കും? ആ ഓർഗനൈസേഷന് അകത്ത് മാത്രമേ എന്ത് സർക്കുലേറ്റ് ചെയ്തുള്ളൂ? ഈ ക്വാളിറ്റി പ്രൊസീജിയർ സർക്കുലേറ്റ് ചെയ്തുള്ളൂ. ഓക്കെ, അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? അടുത്ത ലെവൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? വർക്ക് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, വർക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും അത്? വർക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അതിനകത്ത് മെയിൻ ആയിട്ട് ഉള്ളത്, അല്ലേ? അപ്പോൾ എന്താണെന്ന് നോക്കാം. വർക്ക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ദിസ് ഡിസ്ക്രൈബ്, അതായത് വർക്ക് ഇൻസ്ട്രക്ഷൻ ഡിസ്ക്രൈബ്സ് ഇൻ ഡീറ്റെയിൽ ദ ഇൻഫർമേഷൻ അബൌട്ട് ഹൗ ആൻ ആക്ടിവിറ്റി ക്യാൻ ബി പെർഫോംഡ്. ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പേരിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലേ? ഇത് ആരുടെയൊക്കെ കയ്യിലെത്തും? സുപ്പീരിയേഴ്സിന്റെയും ഓപ്പറേറ്റേഴ്സിന്റെയും കയ്യിലെത്തും. ദെൻ ഇത് എന്താണ്? ഡിസ്ക്രൈബ്സ് ഇൻ ഡീറ്റെയിൽ ഹൗ എ സ്പെസിഫിക് ആക്ടിവിറ്റി ഈസ് പെർഫോംഡ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ലെവൽ ഏതാണ്? ഫോർത്ത് ലെവൽ ഏതാണ്? ക്വാളിറ്റി റെക്കോർഡ്സ് ആണ് ഫോർത്ത് ലെവൽ. ഓക്കെ, ലാസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി റെക്കോർഡാണ്. ദെൻ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് പേര് പോലെ തന്നെ എന്താണ്? ക്വാളിറ്റി റെക്കോർഡാണ്. അപ്പോൾ പ്രീവിയസ് ആക്ടിവിറ്റിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ റെക്കോർഡ് ചെയ്യും. ഈ ക്വാളിറ്റി റെക്കോർഡ്സിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മുമ്പ് നടന്നിട്ടുള്ള എല്ലാ കേസും, അതായത് മാർക്കറ്റിങ്ങിലും പ്രൊഡക്ഷനിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും ദെൻ എല്ലാ സെക്ഷൻസിലും നടന്ന കാര്യങ്ങളുടെ റെക്കോർഡ്സ് എവിടെ അവൈലബിൾ ആയിരിക്കും? ഡോക്യുമെന്റ് ആക്കി വെക്കും.
ക്വാളിറ്റി റെക്കോർഡ്സിൽ ഡോക്യുമെന്റേഷൻ ആയിട്ട് വെക്കും. എന്നിട്ട് അതിനെ റെഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പ്രോഡക്റ്റ് ചെയ്യും. സോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്വാളിറ്റി റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇത് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഈ ട്രയാങ്കിള് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. ഡോക്യുമെന്റേഷൻ ട്രയാങ്കിൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. സോ 4 ലെവലുണ്ട്. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ. ദെൻ അതിൻ്റെ പർപ്പസ് ആണ് ഈ കിടക്കുന്നത്. അതിൻ്റെ പർപ്പസാണ് ഞാൻ നോട്ടായിട്ട് വായിച്ചു തന്നത്. സോ ആ നോട്ട് എഴുതുക, ദെൻ ഈ ട്രയാങ്കിൾ വരയ്ക്കുക, ദെൻ ആ നോട്ട് എന്തൊക്കെയാണെന്ന് സൈഡിന് എഴുതി വെച്ചേക്കുക. ഓരോ ലെവലിൻ്റെയും ഉപയോഗങ്ങൾ സൈഡിന് എഴുതി വെച്ചേക്കുക. ഇത്രയാണ് എന്ത്, ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻ ത്രൂ എങ്ങനെയാണ് ക്വാളിറ്റി സിസ്റ്റം ഡോക്യുമെന്റേഷൻ ട്രയാങ്കിൾ. ഇനി നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഞാൻ ഇവിടെ നേരത്തേക്ക് പറഞ്ഞായിരുന്നു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്തെന്നും ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിലൊക്കെ ഒരുപാട് തവണ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് കുറേ നേരം ജസ്റ്റ് മെൻഷൻ ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് നോക്കാം. ഈ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം organizes overall activities of the company in such a way that the technical, administrative and human factors affecting the quality of its product and services are under control. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പോളിടെക്നിക്. അപ്പോൾ പോളിടെക്നിക്കിനകത്ത് കുറേ എന്തുണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്, ദെൻ അത് കഴിഞ്ഞിട്ട് ഓഫീസ് സ്റ്റാഫ് ഉണ്ട് അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഉണ്ട്, ദെൻ കുറേ ഹ്യൂമൻ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെ എല്ലാം കൂടെ എഫക്റ്റീവായിട്ട് എന്താണ് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന രീതി, അതായത് ക്വാളിറ്റി ടീച്ചിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ, അതായത് ഹ്യൂമൻ ഫാക്ടേഴ്സ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ, ദെൻ ടെക്നിക്കൽ, ഈ 3 ആൾക്കാരെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യുകയാണ്, ഒരു ഓവറാൾ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നിട്ട് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു സ്പെസിഫിക് ഔട്ട്പുട്ട് തരുവാണ്. ഫോർ എക്സാമ്പിൾ പോളിടെക്നിക്കിലാണെങ്കിൽ എന്താണ് എഫക്റ്റീവായിട്ട് എന്താണ് ടീച്ചേഴ്സ് ആരെ മൗൾഡ് ചെയ്യുവാണ്, സ്റ്റുഡൻസിന് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പോളിടെക്നിക്കിൻ്റെ കേസിലാണെങ്കിൽ അതിന് എന്തൊക്കെ വേണം, ആൾക്കാർ വേണം അല്ലേ. ഇവിടെ ടെക്നിക്കൽ സ്റ്റാഫും വേണം, അഡ്മിനിസ്ട്രേഷൻ അതായത് ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ആൾ വേണം. ഓക്കെ, അപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അവരുടെ ഓവറാൾ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റിയാണ് എന്ത് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ കാര്യം. അതായത് ക്വാളിറ്റിയാണ് അവരെന്ത് ചെയ്യുന്നത്, മെയിനായിട്ടും കെയർ ചെയ്യുന്നത്. ബ്രീഫായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്തിനെയൊക്കെ, ആക്ടിവിറ്റീസ് ഓഫ് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്തിട്ട് അവരുടെ ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്തിട്ട് ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ 2 സെക്ഷൻസ്, അതായത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കൽ, ഈ 2 അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സും അണ്ടർ കൺട്രോളിലാക്കി ഓർഗനൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ക്വാളിറ്റി ഡെഫിഷ്യൻസി, അതായത് ക്വാളിറ്റിയുടെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, ഈ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം അങ്ങനെയായിരിക്കും, ആ ഒരു രീതിയിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് ക്വാളിറ്റി ഡെഫിഷ്യൻസീസിനെ എന്ത് ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിരിക്കും ആര് ശ്രമിക്കുന്നത്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ശ്രമിക്കുന്നത്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് QMS has to meet the interrelated needs of company as well as customers. കസ്റ്റമേഴ്സിൻ്റെയും കമ്പനിയുടെയും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നത്, സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരാണ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. ഇനി ഒരു കമ്പനിയുടെ നീഡ് എങ്ങനെയായിരിക്കും, the company needs are to attain
and maintain desired quality at a minimum cost by efficient utilization of its technological, human and material resources. ടെക്നോളജിക്കൽ പരമായിട്ടും ഹ്യൂമൻ പരമായിട്ടും മെറ്റീരിയൽ റിസോഴ്സസ്, അതായത് ഹ്യൂമൻ പവർ വെച്ചിട്ടും മെറ്റീരിയൽ റിസോഴ്സസ്, നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ റിസോഴ്സസും ദെൻ ടെക്നോളജിക്കൽ കാര്യങ്ങളും ദെൻ അതേപോലെ ഹ്യൂമൻ പവർ അത് വെച്ചിട്ടും ഈ മൂന്ന് കാര്യങ്ങളുടെയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ, അതായത് ഏതൊക്കെയാണ് ടെക്നോളജിക്കൽ, ദെൻ ഹ്യൂമൻ പവർ, ദെൻ മെറ്റീരിയൽ റിസോഴ്സസ്, ഇത് മൂന്ന് കാര്യങ്ങളുടെയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ വഴി എന്ത് ചെയ്യണം, കോസ്റ്റ് മിനിമം ആകണം, അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം ആൻഡ് എന്ത് ചെയ്യണം, ആൻഡ് മെയിൻറ്റെയിൻ ഡിസൈഡ് ക്വാളിറ്റി, ക്വാളിറ്റിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോട്ടവും സംഭവിക്കാതെ കോസ്റ്റ് മിനിമം ആക്കിക്കൊണ്ട് എന്തിനെയൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ടെക്നോളജിയെയും ഹ്യൂമൻ പവറിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും കറക്റ്റ് രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്.